ഈ കിച്ചുവും മാളും കളിക്കാൻ വരാന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ അവര് വരത്തില്ലേ? പത്രം വായിക്കണ അമ്മൂമ്മ? ഇന്നലത്തെ പത്രമേ ഞാൻ വായിച്ചില്ല മോനെ. ഇന്നലത്തെ പത്രമാണോ? ആഹാ, എന്നാ പിന്നെ അന്തസ്സായിട്ടിരുന്ന ഫോണിൽ വരെ ന്യൂസും കണ്ടൂടെ? പത്രം വായിക്കുന്ന ഒരു സുഖം കിട്ടുമോ? ഓ, അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലല്ലോ. നരങ്ങ എങ്ങനെയുണ്ട്? ഇച്ചിരി മധുരം കൂടെ ഒക്കെ ആകായിരുന്നു. ഇത്രയൊക്കെ മതി. ഞാൻ പുറത്ത് കൊറേ അപ്പൂപ്പൻ താടി കണ്ട്. ആണോ? എന്താന്നടി നീ ഇതുവരെ അപ്പൂപ്പൻ താടി കണ്ടിട്ടില്ലേ? അതൊക്കെ കണ്ടിട്ടുണ്ട്, ഇപ്പൊ കണ്ടപ്പോ പറഞ്ഞതേ ഉള്ളൂ. പടവലത്ത് ഈ സമയം ആവുമ്പോഴേ ഇഷ്ടം പോലെ അപ്പൂപ്പൻ താടി ഉണ്ടാവും. മകളെ പാറുവേ, ഈ അപ്പൂപ്പൻ താടി പറക്കണമെന്ന് പറഞ്ഞോണ്ട് നീ ഭൂമിക്ക് ഗ്രാവിറ്റി ഇല്ല എന്ന് വിചാരിച്ചല്ലേ കേട്ടാ? ഞാൻ അങ്ങനൊന്നും വിചാരിക്കത്തില്ല. അമ്മൂമ്മേ, അപ്പൂപ്പൻ താടിക്ക് എന്താ അപ്പൂപ്പൻ താടി എന്ന് പേര് വന്നേ? മണ്ടിപ്പെണ്ണേ, എന്റെ പേര് തന്നെ കിടപ്പില്ലേടി, അപ്പൂപ്പന്റെ താടി. അതാണ് അപ്പൂപ്പൻ താടി. അമ്മൂമ്മേ, ഈ അപ്പൂപ്പന്റെ താടി എവിടുന്ന ഉണ്ടാവുന്നേ? അപ്പൂപ്പന്റെ താടി ഉണ്ടാവണം അപ്പൂപ്പന്റെ താടിന്ന്. എടി, അപ്പൂപ്പൻ താടി ഉണ്ടാവണത് ഞാൻ പറഞ്ഞുതരാം. അതായത് അങ്ങ് ഊട്ടി. എന്നോടല്ലേ ചോദിച്ചത് അപ്പൂപ്പൻ താടി എങ്ങനെ ഉണ്ടാവുന്നേന്ന്? ഓ, ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ഓ, അപ്പൂപ്പൻ താടി എങ്ങനെ ഉണ്ടാവണമെന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പാറു. അമ്മൂമ്മ എന്തോ ക്രിയേറ്റീവ് ആയിട്ട് ആലോചിച്ചു വരികയാണ്. പറയട്ടെ പാറു, വാ ഇവിടെ വന്നിരിക്കും. പണ്ട് 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 പണ്ടേ മൊബൈലും കമ്പ്യൂട്ടറും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് കുട്ടികളൊക്കെ പാടത്തും പറമ്പിലും ഒക്കെ ആയിരുന്നു കളിച്ചോണ്ടിരുന്നേ. അങ്ങനെ കളിച്ചോണ്ടിരുന്നപ്പോഴേ ഒരു അമ്മൂമ്മ ഒരു കാട്ടില് ഒരു മരത്തിന്റെ മണ്ടയ്ക്ക് താമസം ഉണ്ടായിരുന്നു. അല്ല, ഈ കാട് മരത്തിന്റെ മണ്ട, ആ ഒരു ആംബിയൻസ് ഉണ്ടായില്ലടാ കേട്ടോ മോളെ. മക്കള് കേക്ക്, ആ അമ്മൂമ്മക്ക് 200 വയസ്സുണ്ടായിരുന്നു. 200 വയസ്സാ? 200 വയസ്സ്. ആ അമ്മൂമ്മക്ക് മരണമില്ലായിരുന്നു. എന്താ മരണമില്ലാത്ത? അതങ്ങനെയാ. അമ്മൂമ്മക്കുണ്ടല്ലോ പനങ്കൊല പോലെ നരച്ച മുടി ഉണ്ടായിരുന്നു. അത്രേ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസേ കൊറേ കുട്ടികള് ആ അമ്മൂമ്മ താമസിക്കുന്ന ആ മരത്തിന്റെ ആ കാടിന്റെ അവിടെ കുട്ടികള് കളിക്കാൻ പോയിട്ട് ഓലപ്പന്ത് വെച്ച് അവര് പന്തുണ്ടാക്കി ഇങ്ങനെ എറിഞ്ഞു കളിച്ചപ്പോ ഈ പന്ത് ആ കാട്ടിലോട്ട് പോയപ്പോ ഈ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സങ്കടമായി. അത് കണ്ടപ്പം ഈ അമ്മൂമ്മയ്ക്ക് സങ്കടമായി. അമ്മൂമ്മ എന്തോ ഇതെന്നറിയാവോ, ഈ കുഞ്ഞുങ്ങളുടെ സങ്കടം മാറ്റാനായിട്ടേ അമ്മൂമ്മയുടെ നരച്ച മുടിയാണല്ലോ, ആ നരച്ച മുടിയിന്ന് ഓരോ മുടി ഇങ്ങനെ എടുത്തെടുത്ത് അപ്പൂപ്പൻ താടി ഉണ്ടാക്കി ഇങ്ങനെ പറത്തി വിട്ടു. ഈ കുഞ്ഞുങ്ങൾക്ക് ഇത് കണ്ടപ്പം ഭയങ്കര സന്തോഷമായി. പിന്നീട് എന്തോടുത്തെന്നറിയാവോ അമ്മൂമ്മ, എല്ലാ വേനൽക്കാലത്തും ഈ അമ്മൂമ്മ കാട്ടിലിരുന്ന് ഇങ്ങനെ അപ്പൂപ്പൻ താടി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പറത്തി വിടും. അത് പറന്ന് നാട്ടി വരുമ്പോ ഈ കുഞ്ഞുങ്ങൾ ഇത് പെറുക്കിയെടുത്ത് ഊതി ഇങ്ങനെ പറത്തിക്കൊണ്ട് നടക്കും. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സന്തോഷമാവും. ഇപ്പൊ കുഞ്ഞിന് സന്തോഷമായില്ലേ? അതേപോലെ ഇങ്ങനെയാണ് അപ്പൂപ്പൻ താടി ഉണ്ടായേ. ഇങ്ങനെ അപ്പൂപ്പൻ താടി ഉണ്ടായത്. നല്ല സൂപ്പർ കഥ.
അല്ലാതെ അമ്മുമ്മ പറഞ്ഞത് കഥ. ശരിക്കും അപ്പൂപ്പൻ താടി ഉണ്ടാവണത് മരത്തിൽ നിന്നാണ്. വേനൽക്കാലം ആവുമ്പം ഈ മരത്തിലെ കാ പൊട്ടി അപ്പൂപ്പൻ താടി ഉണ്ടാവും. അങ്ങനെയാണോ ഉണ്ടാവുന്നേ? കേശുവേ, ഓ ഇപ്പൊ ഇവിടെ അങ്ങനെ അപ്പൂപ്പൻ താടിയുടെ മരം കാണാനില്ലേടാ? ഓ തന്നെ എറണാകുളം ജംഗ്ഷൻ ചെന്ന് തപ്പിയാ മതി, അവിടെ കാണാം അപ്പൂപ്പൻ താടിയുടെ മരം. അല്ല പിന്നെ പടവലത്ത് പോയി നോക്ക്, അവിടെ കിടക്കല്ലേ അപ്പൂപ്പൻ താടി. ഈ സിറ്റിയിൽ എവിടെ തന്നെ അപ്പൂപ്പൻ താടി കണ്ടെന്ന് പറഞ്ഞാൽ എന്തോ വലിയ അത്ഭുതമാണ്.